രുചി വൈവിധ്യങ്ങളാൽ നിങ്ങളുടെ മനസ്സിനെ കീഴടക്കാൻ സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര. ചെറുതുരുത്തി ടൗണിനോട് ചേർന്ന് മാലിന്യങ്ങൾ കൂമ്പാരമായി കൂട്ടിയിട്ടിരിക്കുന്നത് ജനങ്ങളെ വലയ്ക്കുന്നതായി പരാതി. മാലിന്യങ്ങളിൽ നിന്നും വമിക്കുന്ന ദുർഗന്ധം ജനജീവിതം ദുസ്സഹമാക്കുന്നു. പരാതി നൽകിയിട്ടും അധികാരികൾ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നും ആരോപണം. സംഭവത്തിൽ പ്രതിഷേധവുമായി വള്ളത്തോൾ നഗർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി രംഗത്ത്. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിൽ ചെറുതുരുത്തി ടൗൺ ജുമാ മസ്ജിദിനെ ചേർന്നുള്ള സ്ഥലത്താണ് മാലിന്യങ്ങൾ കൂമ്പാരമായി കൂട്ടിയിരിക്കുന്നത്. ചെറിയ കുട്ടികൾ പഠിക്കുന്ന മദ്രസ ഉൾപ്പെടെ നിരവധി വീടുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് ഇത്തരത്തിൽ മാലിന്യം കൂട്ടിയിരിക്കുന്നത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി പരാതി. ദയനീയമായ ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ചാനലിൽ വന്നിട്ട് ഇങ്ങനെ ഒരു വാർത്ത കൊടുക്കേണ്ടി വന്നത്. ഇത് എൻ്റെ വീടാണ്. എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരു 10-35 സെൻറ്റ് സ്ഥലം ഒരു പരുത്തിപ്പാറക്കാരൻ്റെ ഇതായിട്ട് കിടപ്പുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ 50-60 വീട്ടുകാർക്ക് മാലിന്യം തള്ളാനുള്ള ഒരു ഇടമായിട്ടാണ് ഇപ്പോൾ ഇവിടെ കുറേ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ചെറിയ മൃഗങ്ങൾ, നായ്ക്കുട്ടികൾ, പൂച്ചക്കുട്ടികൾ അതൊക്കെ ചത്തതിന് ശേഷം അതിവിടെ കൊടുന്ന് ഇടുകയാണ്. ഇതുവഴി ദിനംപ്രതി അനവധി വാഹനങ്ങളും വിദ്യാർത്ഥികളും അടക്കമുള്ള കാൽനട യാത്രികരും കടന്നുപോകുന്നുണ്ട്. ദൂരസ്ഥലങ്ങളിൽ നിന്നുള്ള വീടുകളിലെ മാലിന്യങ്ങളും കടകളിലെ മാലിന്യങ്ങളും മൃഗങ്ങളുടെ ശരീരാവശിഷ്ടങ്ങളും കുമിഞ്ഞുകൂടിയതിനാൽ വമിക്കുന്ന ദുർഗന്ധം മൂലം ഇവിടങ്ങളിൽ താമസിക്കാനോ ഇതുവഴി നടക്കാനോ കഴിയാത്ത അവസ്ഥയാണുള്ളതെന്നും പരാതി. നിരവധി തവണ അധികാരികളോട് പരാതിപ്പെട്ടിട്ടും യാതൊരുവിധ നടപടികളും കൈക്കൊണ്ടില്ലെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. ഉടൻ തന്നെ മാലിന്യങ്ങൾ നീക്കം ചെയ്തില്ലെങ്കിൽ വരാനിരിക്കുന്ന മഴക്കാലത്തോടെ രോഗവ്യാപനം കൂടാനുള്ള സാധ്യത ഉണ്ടെന്നത് തങ്ങളെ ആശങ്കപ്പെടുത്തുന്നതായും പ്രദേശവാസികൾ പറയുന്നു. വിഷയത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് വള്ളത്തോൾ നഗർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി. മാലിന്യ സംസ്കരണത്തിനു വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിച്ച് പഴയ മാർക്കറ്റിൽ നിർമ്മാണം നടത്തിയെങ്കിലും പ്രവർത്തന സജ്ജമാകാതെ നശിച്ച നിലയിലാണെന്നും ഇതിലെ അഴിമതി ഉൾപ്പെടെയുള്ളവ പുറത്തുവരേണ്ടതുണ്ടെന്നും ആരോഗ്യവകുപ്പ് ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുമെന്നും മണ്ഡലം പ്രസിഡന്റ് മായ ഉദയൻ, INTUC മണ്ഡലം പ്രസിഡന്റ് തമ്പിമണി എന്നിവർ പറഞ്ഞു. ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കുകയുണ്ടായി. എന്നാൽ അത് പ്രവർത്തനരഹിതമായിട്ട് കാലങ്ങളായി. ഇത്തരത്തിൽ ഇവിടെ മാലിന്യം സംസ്കരിക്കുവാൻ വേണ്ടി ലക്ഷങ്ങൾ ദുരുപയോഗം ചെയ്യുകയും എന്നാൽ ഈ മാലിന്യ പ്രശ്നങ്ങൾ ഇവിടത്തെ ജനങ്ങൾ കാലങ്ങളായി അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരവസ്ഥയിലാണ് ഇവിടുത്തെ ഈ പഞ്ചായത്തിലെ ജനങ്ങളുള്ളത്. ചെറിയ കുട്ടികൾ പഠിക്കുന്ന മദ്രസ റോഡടക്കം നിരവധി ആളുകൾ കടന്നു പോകുന്ന ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉടൻ ഉണ്ടായില്ലെങ്കിൽ ഈ വള്ളത്തോൾ ഗ്രാമപഞ്ചായത്ത് മറ്റൊരു ലാലൂരായി മാറും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ മാലിന്യ പ്രശ്നം പരിഹരിക്കപ്പെടണം. നമ്മുടെ ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ് ഈ വാർഡിനെ പ്രതിനിധീകരിക്കുന്നത്. റെഡ് വിഷൻ ന്യൂസ്, ചെറുതുരുത്തി. പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര. ഇന്ത്യൻ, അറബിക്, ചൈനീസ് വിഭവങ്ങളും ജ്യൂസ്, ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും. ഇഷ്ടമുള്ളത് മനസ്സിൽ നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും. കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു. കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് MSN ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നൂർക്കര. ഫോൺ 9447 062266.